Hi everyone, welcome back to Learning Now. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S1 KTU മാത്സിലെ തേർഡ് യൂണിറ്റിലെ മൾട്ടി വേരിയബിൾ ഇൻ്റഗ്രേഷൻ അത് ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് PYQയിൽ വരുന്നതാണ്. സോ ഒരു റിവിഷൻ ക്ലാസ് പോലെ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. സോ ലെറ്റ് us start. First topic, double integrals over rectangular regions. For rectangular, അതായത് rectangular and non-rectangular regionsലും ഡബിൾ ഇൻ്റഗ്രൽസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ റെക്ടാങ്കുലർ റീജിയൻസിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്, അല്ലെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ ചെയ്യാം, integral c to d integral a to b f of x y dx dy provided x ന്റെ ലിമിറ്റ് ആണ് a to b and y യുടെ ലിമിറ്റ് ആണ് c to d. ക്ലിയർ ആയല്ലോ? സോ അത് അനുസരിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അതായത് ഇവിടെ ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു y ആണ് ഫസ്റ്റ് ചെയ്യണം. അതായത് ഏറ്റവും മുകളിൽ എഴുതിയതാണ് അത് നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഡി വൈ ആണ് ഫസ്റ്റ് ഓർഡറിൽ വരുന്നത്. അപ്പോൾ വൈയുടെ ലിമിറ്റ്സ് ആണ് നമ്മൾ ഉള്ളിലത്തെ ഇൻ്റഗ്രലിൽ കൊടുക്കേണ്ടത്. അത് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി യൂസ് ഡബിൾ ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ബൗണ്ടഡ് എബവ് ബൈ ദ പ്ലെയിൻ z equal to 4 minus x minus y and below by the rectangle r is equal to 0,1 by ഇത് by ആണ് ഉദ്ദേശിച്ചത് 0,2. അതായത് ജസ്റ്റ് നമ്മൾ എൽ ബൈ ബി എന്നൊക്കെ തരില്ലേ, അതേപോലെയുള്ളൊരു ഇൻഡിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഡബിൾ ഇൻ്റഗ്രൽ നമ്മുടെ അടുത്ത് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വോളിയം ഓഫ് ദ സോളിഡ് ബൗണ്ടഡ് ബൈ, ഇപ്പോൾ ഈ ഇക്വേഷൻ പറഞ്ഞത് ടെട്രാഹീഡ്രന്റെ ഇക്വേഷൻ തന്നെയാണ് അല്ലേ, z equal to 4 minus x minus y. അത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. അതായത് x പ്ലസ് വൈ പ്ലസ് z is equal to 4. ഇത് നമുക്ക് ഇതേപോലെ പ്ലെയിൻ എക്സ് വൈ സെഡ് പ്ലെയിനിൽ ജസ്റ്റ് ഒരു റീജിയൻ പോലെ ടെട്രാഹീഡ്രന്റെ റീജിയൻ ആണ് നമുക്ക് കിട്ടിയതിൽ നിന്ന്. ഇനി ആർ എന്ന് പറയുന്നത് അതായത് ഈ ഒരു റീജിയനും പിന്നെ ബിലോ ബൈ ദ റെക്ടാങ്കിൾ, താഴെയുള്ളത് റെക്ടാങ്കിൾ ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് മെഷർമെന്റ്സ് തന്നിട്ടുണ്ട് 0,1ഉം 0,2. ഓക്കെ, സോ വോളിയം നമുക്കറിയാം ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രം. നമ്മുടെ അടുത്ത് ഡബിൾ ഇൻ്റഗ്രൽ ചെയ്തിട്ട് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞു. സോ എഫ് ഓഫ് എക്സ് വൈ ഡി എ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 0 to 2, അതായത് ഇവിടെ ജസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈയും വിത്ത് റെസ്പെക്ട് ടു എക്സും ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വൈയുടെ ലിമിറ്റ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അതായത് 0,1 എന്ന് പറയുന്നത് എന്തായിരിക്കും, 0,1ഉം 0,2ഉം അല്ലേ. അപ്പോൾ നോർമലി എക്സ് ബൈ വൈ ഫോമിലാണ് തരാം. അപ്പോൾ എക്സിൻ്റെ ആണ് ഫസ്റ്റ് വൺ, വൈയുടെ ആണ് സെക്കൻഡ് വൺ. അപ്പോൾ 0,1ഉം 0,2ഉം. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് 0 to 1 ആൻഡ് വൈയുടെ ലിമിറ്റ് 0 to 2. അപ്പോൾ ഉള്ളിലത്തെ ഇൻ്റഗ്രൽ ഏതാണോ അപ്പോൾ ഡി വൈ ആണ് കൊടുക്കുക. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആദ്യം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ 4y, അതായത് കോൺസ്റ്റന്റ് ഇൻ്റഗ്രൽ എന്താ, ആ വേരിയബിൾ ഏതാണോ അത് എഴുതുക. സോ 4y മൈനസ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ മൈനസ് എക്സ് ഇൻറ്റു വൈ. ഇനി വൈയുടെ എന്താ വരിക, വൈ സ്ക്വയർ ബൈ 2. ഓൾറെഡി മൈനസ് ഉണ്ട്, സോ മൈനസ് വൈ സ്ക്വയർ ബൈ 2. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to 2. ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ, 8 minus 2x minus 2. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ 8 minus 2 എന്നുള്ളത് 6 ആണ്. 6 minus 2x എഴുതി. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 6x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. അതായത് ഈ മൈനസ് 2xൻ്റെ മൈനസ് നമുക്ക് അവിടെ ഇരിക്കട്ടെ. 2xൻ്റെ എന്താ വരിക, 2 into x square by 2 ആണ്. 2 into ക്യാൻസൽ ചെയ്താൽ x square ആണ് ഇൻ്റഗ്രൽ വരിക. അപ്പോൾ 6x മൈനസ് എക്സ് സ്ക്വയർ, ലിമിറ്റ് എന്താ 0 to 1, അത് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വാല്യൂ എന്താ കിട്ടുക, 5. ഇനി ജസ്റ്റ് അതൊരു എക്സാമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഇതേപോലെ ഡബിൾ ഇൻ്റഗ്രൽസ് ഒന്നെങ്കിൽ എക്സ് വൈ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് തരും. ഇപ്പോൾ ഒരു സ്ക്വയറിൻ്റെ കേസിൽ, ഒരു റെക്റ്റാങ്കിളിൻ്റെ കേസിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ലിമിറ്റ്സ് ഡയറക്റ്റായി തന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് പാർട്ടിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ നമുക്ക് ആ ഫംഗ്ഷൻ ഡി വൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ ചെയ്യാം. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഡി വൈ ഡി എക്സ് ആണ് ചെയ്തതെങ്കിൽ ഡി വൈ എന്ന് പറയുന്നത് വിത്ത് വൈയുടെ ലിമിറ്റ് ആയിരിക്കണം ഏറ്റവും മുകളിലെ ഇൻ്റഗ്രലിൽ കൊടുക്കേണ്ടത്. അത് മാത്രം തെറ്റിക്കാതെ നോക്കുക. നെക്സ്റ്റ് ഡബിൾ ഇൻ്റഗ്രൽസ് ഓവർ നോൺ റെക്ടാങ്കുലർ റീജിയൻസ്. ഇപ്പോൾ റെക്ടാങ്കുലർ റീജിയൻ്റെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എ ടു ബി സി ടു ഡി ആ കേസസ്. ഓക്കെ, കറക്റ്റ് ആ പോയിന്റ്സ് നമുക്ക് കിട്ടുന്നത്. ഇനി നോൺ റെക്ടാങ്കുലർ റീജിയൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡബിൾ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. അതിൽ 2 കേസസ് ഉണ്ട്, ടൈപ്പ് 1 റീജിയനും ആൻഡ് ദിസ് വൺ ഇസ് ടൈപ്പ് 2 റീജിയൻ. ഓക്കെ, അപ്പോൾ അതിൽ ടൈപ്പ് 1ൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി വൈ ഡി എക്സും ആൻഡ് ടൈപ്പ് 2ൽ ഡി എക്സ് ഡി വൈ. ഒരെണ്ണം ഫിക്സ്ഡ് ആക്കി പഠിച്ചു വയ്ക്കുക. അതിന് കമ്പയർ ചെയ്ത് അതർ വൺ നമുക്ക് അപ്പോൾ എളുപ്പത്തിൽ കിട്ടും. ഇപ്പോൾ ടൈപ്പ് 1 റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡി വൈ ഡി എക്സ് ആണ്. സോ അതിൻ്റെ മീനിങ് എന്താ,
ഏറ്റവും ഉള്ളിലത്തെ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. വൈയുടെ ലിമിറ്റ്സ് ആണ് g1 of x to g2 of x. അതായത് ഇതിന്റെ മീനിങ് എന്താ? ഫംഗ്ഷൻ ഓഫ് x ആണ് g1 of x ഉം g2 of x ഉം. സോ ദാറ്റ് മീൻസ് ഇത് രണ്ട് കേർവ്സ് ആണ്. g1 of x, y is equal to g1 of x ഒരു കേർവ് ആണ് ബോട്ടം ഉള്ളത്, ആൻഡ് ടോപ്പിലുള്ളത് y equal to g2 of x another കേർവ് ആണ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? ബോട്ടം ടു ടോപ്പ് രണ്ട് കേർവ്സ് ആയിരിക്കും. മനസ്സിലായോ? താഴെയും മുകളിലും രണ്ട് കേർവ്സ് വന്നിട്ടുണ്ടാവും. അത് ഏത് വേണമെങ്കിലും ആവാം. ഒന്നെങ്കിൽ രണ്ട് പാരാബോളാസ് ആവാം, ഒരു പാരാബോള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവാം, ഓക്കെ, സിലിണ്ടർ, പിന്നെ ടെട്രാഹീഡ്രൺ, ഏത് റീജൻസ് വേണമെങ്കിലും ചോദിക്കാം. സോ താഴെയും മുകളിലും, ഓക്കെ, ടോപ്പ് ആൻഡ് ബോട്ടം ആർ എൻക്ലോസ്ഡ് ബൈ കേർവ്സ്, രണ്ട് കേർവ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ വൈയുടെ ലിമിറ്റ് എന്തായിരിക്കും? ഒരു കേർവിൽ നിന്ന് വേറൊരു കേർവിലേക്ക് മൂവ് ചെയ്യാം. അതാണ് g1 of x to g2 of x വൈയുടെ ലിമിറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എക്സിന്റെ ലിമിറ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ടോപ്പ് ടു ബോട്ടം ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിപ്പ്. അതെ, അപ്പോൾ എക്സിന്റെ ലിമിറ്റ് എന്തായിരിക്കും? ഇപ്പോൾ ഈ കൺസിഡർ ചെയ്യുന്നത് a to b ആയിരിക്കും. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്ന ലിമിറ്റ്സ് എല്ലാം ഏറ്റവും ഔട്ട്സൈഡ് എഴുതുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഇവാലുവേഷൻ്റെ ഏറ്റവും ലാസ്റ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് ദാറ്റ് വാല്യൂസ് കിട്ടും. ഓക്കെ, അപ്പോൾ വേരിയബിളിന്റെ ടേംസിലുള്ളത് നമ്മൾ ഉള്ളിലത്തെ ഇന്റഗ്രലിൽ കൊടുക്കും. ഇനി ടൈപ്പ് 2 പഠിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. അതായത് ടൈപ്പ് 1 നമ്മൾ എന്താ പറഞ്ഞാൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറയുന്നത് എന്താ? ഇന്റഗ്രൽ എ ടു ബി. അപ്പോൾ എ ടു ബി പറയുമ്പോൾ എക്സിന്റെ ആണ് ഡി എക്സ്. ദെൻ ഇന്റഗ്രൽ g1 of x to g2 of x, അത് വൈയുടെ ലിമിറ്റ് ആണ് എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ക്ലിയർ ആയല്ലോ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ, ഇറ്റ് ക്യാൻ ഓൾസോ ബി ഇവാലുവേറ്റഡ് ആസ് ഇന്റഗ്രൽ സി ടു ഡി. സി ടു ഡി പറയുമ്പോൾ ഇവിടെ വൈയുടെ ലിമിറ്റ് ആണ് സി ടു ഡി കോൺസ്റ്റന്റ്, ആൻഡ് ഇന്റഗ്രൽ h1 of y to h2 of y. അതായത് x എന്ന് പറയുന്നത് ഒരു കേർവിൽ നിന്ന് വേറൊരു കേർവിലേക്ക് വേരി ചെയ്യണം. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? ലെഫ്റ്റ് ടു റൈറ്റ് എക്സിന്റെ വേരിയേഷൻ ആണ് h1 of y to h2 of y. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിപ്പ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്പ് 1 വെർട്ടിക്കലായിട്ട് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യണം, ആൻഡ് ടൈപ്പ് 2 ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേർവ്സ് എൻക്ലോസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യണേ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഡബിൾ ഇന്റഗ്രൽസ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അത് മാത്രം കെയർഫുൾ ആയിരിക്കാം. അപ്പോൾ ഇവിടെ എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് വൈ ആയിരിക്കും. അതായത് ലെഫ്റ്റിൽ ഒരു കേർവിൽ നിന്ന് റൈറ്റിൽ നെക്സ്റ്റ് കേർവിലേക്കാണ്. സോ h1 of y to h2 of y, ആൻഡ് വൈയുടെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ സിയും ഇവിടെ ഡിയും. അപ്പോൾ സി ടു ഡി ആണ് വരിക. നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. If R is the region bounded by the parabolas y equal to x square and y square equal to x in the first quadrant, evaluate double integral over R x plus y dA. അതായത് f of x, y ആണ് തന്നിരിക്കുന്നത്, x plus y. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷൻസ് y is equal to x square ഉം y square equal to x. അപ്പോൾ നമുക്കറിയാം പാരാബോളയുടെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ y equal to x square ആണ് ഈ ഒരു ഇക്വേഷൻ, ആൻഡ് y square equal to x ആണ് ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന കോമൺ റീജിയനിലെ, അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം നമ്മളിവിടെ. ഓക്കെ, ഒന്നെങ്കിൽ വെർട്ടിക്കലായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് കൺസിഡർ ചെയ്യാം, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ വെർട്ടിക്കൽ ആകുമ്പോൾ നമ്മൾ ടൈപ്പ് 1 റീജിയൻ ബേസ് ചെയ്തിട്ട് എടുക്കാം, ഹൊറിസോണ്ടൽ ആണെങ്കിൽ നമ്മൾ ടൈപ്പ് 2 റീജിയൻ ബേസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ dy dx ആണ് ടൈപ്പ് 1. അപ്പോൾ നമുക്ക് y ഇൻ ടേംസ് ഓഫ് x ലിമിറ്റ് കിട്ടണം, ആൻഡ് x ഇൻ ടേംസ് ഓഫ് കോൺസ്റ്റന്റ് ലിമിറ്റ്സ് കിട്ടണം. അപ്പോൾ yയുടെ ലിമിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലോവർ കർവ്, അതായത് ബോട്ടം കർവിൽ y is equal to x square ആണ്. അപ്പോൾ y ലോവർ ലിമിറ്റ് x square കിട്ടി. ഇനി അപ്പർ കർവിൽ ഈ ഒരു കേസ് അല്ല, ഇതാണ് അപ്പർ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ y square equal to x ആണ്. സോ y square equal to xൽ y എന്താ വാല്യൂ? റൂട്ട് x ആണ്. അപ്പോൾ yയുടെ അപ്പർ ലിമിറ്റും കിട്ടി, റൂട്ട് x കിട്ടി. ഇനി എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് കർവ്സും മീറ്റ് ചെയ്യുന്ന കോമൺ പോയിന്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് നമുക്ക് എന്തായാലും എക്സിന്റെ ഇവിടുത്തെ വാല്യൂ നമുക്കറിയാം 0 ആണ് അല്ലേ? ഈ കറസ്പോണ്ടിങ് കോമൺ റീജിയൻ ഇതാണല്ലോ. അപ്പോൾ ഇവിടെ ഇതുവരെയുള്ള എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് കോമൺ പോയിന്റ്. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കർവ്സിന്റെ ഇക്വേഷനും യൂസ് ചെയ്യാം. y is equal to x square ഉം y square equal to x ഉം. ഇതിൽ y ഫസ്റ്റ് ഇക്വേഷൻ x square ആണ് കിട്ടി, അത് സെക്കൻഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെക്കൻഡിൽ y square അല്ലേ, അതായത് x square whole square is equal to x. അപ്പോൾ x square whole square equal to x എന്ന് പറഞ്ഞാൽ x raised to 4 is equal to x. അത് LHS കൊണ്ടുപോയാൽ x raised to 4 minus x equal to 0 അല്ലേ? അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി x കോമൺ ആണ് രണ്ടിലും,
പുറത്തെടുക്കുക. x into x cube minus 1 0. അപ്പോൾ ഇതിൽ നിന്ന് ഇത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടില്ലേ x into x cube minus 1 0 എന്ന് പറഞ്ഞാൽ എന്താ x equal to 0 ഒരു വാല്യൂ ആൻഡ് x cube minus 1 equal to 0 അതർ വാല്യൂ. അതായത് x cube equal to 1, that is x equal to cube root of 1 1 തന്നെ. സോ എക്സിന്റെ വാല്യൂ കിട്ടി 0,1. 0 ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ ഈ ഒരു വാല്യൂ എന്താ 1. അപ്പോൾ എക്സിന്റെ ലിമിറ്റും കിട്ടി 0 to 1. ഇനി നമ്മൾ ജസ്റ്റ് ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. Integral 0 to 1 dx outside, integral x square to root x, x plus y into dy. അപ്പോൾ with respect to y ആദ്യം ചെയ്യാം. with respect to y ചെയ്യുമ്പോൾ x കോൺസ്റ്റന്റ് മാറ്റി ചെയ്ത് x into y, integral dy y അല്ലേ, പ്ലസ് വൈയുടെ എന്താ y square by 2, ലിമിറ്റ്സ് x square to root x ഓടെ അപ്ലൈ ചെയ്യാം. ഇനി അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ x into root x നെ എന്താ ചെയ്യേണ്ടത്, x എന്ന് പറഞ്ഞാൽ x raised to 1, root x എന്ന് പറഞ്ഞാൽ എന്താ x raised to half. അപ്പോൾ ഇത് x raised to 1 into x raised to half ആണ്. അപ്പോൾ ബേസ് സെയിം ആണ്, രണ്ടിന്റെയും പ്രോഡക്റ്റ് ആണ്. സോ നമ്മൾ പവേഴ്സ് എന്ത് ചെയ്യണം, ആഡ് ചെയ്താൽ മതി. 1 plus half. അപ്പോൾ x raised to 1 plus half. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് x raised to 3 by 2. അത്രയും ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ. സോ x raised to 3 by 2 plus x by 2 minus x cube minus x raised to 4 by 2. ജസ്റ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഫൈനലി വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ x raised to 3 by 2 x raised to n-ന്റെ ഇന്റഗ്രൽ എന്താ, x raised to n plus 1 by n plus 1. അപ്പോൾ അത് തന്നെയാണ് ഓരോ ടേംസിനും ചെയ്തിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. എന്നിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് 1 ലോവർ ലിമിറ്റ് 0. അത് ചെയ്ത് കഴിഞ്ഞിട്ട് സിംപ്ലിഫൈഡ് ആയിട്ട് ആൻസർ 3/10 കിട്ടും. ഇനി ഏരിയ കാൽക്കുലേറ്റഡ് ആസ് ഡബിൾ ഇന്റഗ്രൽ. എങ്ങനെയാണ് ഡബിൾ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം? നേരത്തെ നമ്മളൊരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് dx dy ചെയ്തത്. ഇവിടെ ആ ഫംഗ്ഷൻ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡബിൾ ഇന്റഗ്രൽ ഓവർ r dx dy ആണ് കിട്ടുക. എഫിന് നമ്മൾ 1 കൊടുത്തു, അപ്പോൾ ആർച്ചസിൽ ഇന്റഗ്രലിന്റെ ഉള്ളിൽ എന്ത് കിട്ടും, ജസ്റ്റ് dx dy. അപ്പോൾ ഇതാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്, ആ റീജിയന്റെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ് ബിറ്റ്വീൻ ദ പാരബോള y is equal to x square by 2 ആൻഡ് ദ ലൈൻ y equal to 2x. അപ്പോൾ നമുക്ക് y is equal to x square by 2 എന്ന് കിട്ടി അല്ലേ, ആൻഡ് y is equal to 2x കിട്ടി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷന്റെ റിലേഷൻ നോക്കി അറിയാം, y is proportional to x square. അപ്പോൾ അതിന്റെ അർത്ഥം അത് പാരബോളയാണ്. അപ്പോൾ y is equal to x square by 2 അല്ലേ, സോ നമുക്ക് പാരബോള എങ്ങനെയാണ് കിട്ടുക? ക്ലിയർ ആയോ? അടുത്തത് y is equal to 2x ആണ്. അപ്പോൾ y proportional to x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ റിലേഷൻഷിപ്പ്, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ റീജിയൻസ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വരയ്ക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം തന്നെ നമുക്ക് രണ്ട് y is equal to 2x ഉം y equal to x square by 2 ഉണ്ട്. എന്ത് ചെയ്യണം, ഈ റീജിയൻ ഇല്ലേ, രണ്ടിന്റെ ഇടയിലുള്ള റീജിയൻ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ എഫ് ഇല്ല എന്നുള്ളൂ, നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായാലും എക്സിന്റെയും വൈയുടെയും ലിമിറ്റ്സ് കണ്ടുപിടിക്കണം. ശരിയാണല്ലോ? അപ്പോൾ എക്സിന്റെയും വൈയുടെ ലിമിറ്റ്സ് നമ്മളിപ്പോൾ ടൈപ്പ് 1 തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്ട്രിപ്പ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കൺസിഡർ ചെയ്യാം. y എന്ന് പറയുന്നത് താഴത്തെ കർവ് വൈയുടെ ലിമിറ്റ് x square by 2 ആണ്. അപ്പോൾ വൈയുടെ ലോവർ ലിമിറ്റ് കിട്ടി. ഇനി അപ്പർ ലിമിറ്റ് y is equal to മുകളിലെ ടോപ്പിലെ കർവ് എന്ന് പറയുന്നത് y is equal to 2x ആണ്. അപ്പോൾ വൈയുടെ അപ്പർ ലിമിറ്റ് 2x കിട്ടി. ഇനി എക്സിന്റെ ലിമിറ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഇവിടെ 0 ആണ്. ഇവിടുത്തെ കോമൺ പോയിന്റിൽ രണ്ട് ഇക്വേഷൻസും യൂസ് ചെയ്യുക. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ഇക്വേഷൻസും യൂസ് ചെയ്തിട്ട് y എലിമിനേറ്റ് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷൻസ്. ഓക്കെ, അതിൽ y റീപ്ലേസ് ചെയ്യുക എക്സിന്റെ ടേംസ്. y 2x ആണ്, അപ്പോൾ ഇവിടെ 2x കൊടുത്താലും മതി സെക്കൻഡ് ഇക്വേഷനിൽ. എന്നിട്ട് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ x 0,4 കിട്ടി. അപ്പോൾ എക്സിന്റെ ലിമിറ്റും കിട്ടി. ഇനി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഏരിയ ഡബിൾ ഇന്റഗ്രൽ ഓവർ r dA. എഫ് ഉണ്ടാവില്ല, എഫ് 1 ആണ്. സോ ഇവിടെ വൈയുടെ ലിമിറ്റ് x square by 2 2x, എക്സിന്റെ ലിമിറ്റ് 0,4. ഇനി ജസ്റ്റ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു y ആദ്യം ചെയ്യുക. അപ്പോൾ y കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, വെറും ഡബിൾ ഇന്റഗ്രൽ ആണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ 1 ആണ്, 1 ഇന്റഗ്രൽ 1 dy എന്ന y തന്നെ. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2x minus x square by 2 കിട്ടും. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ 2 into x square by 2 മൈനസ് x cube by 3 into 1 by 2. അതായത് ഈ 1 by 2 ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. സോ x cube by 3 into 1 by 2. ഇനി 4 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 16/3 കിട്ടും. നെക്സ്റ്റ്, കൺവേർട്ടിംഗ് ഡബിൾ ഇന്റഗ്രൽസ് ഫ്രം റെക്ടാങ്കുലർ ടു പോളാർ കോർഡിനേറ്റ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ചില ഡബിൾ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയർ ആണ് നമ്മൾ കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ, പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആ കേസസിലാണ് നമ്മൾ ഈ കൺവേർഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ആ കേസിൽ നമ്മൾ റെക്ടാങ്കുലർ, അതായത് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് എന്താ, കാർട്ടീഷ്യൻ അല്ലെങ്കിൽ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്.
റെക്ടാങ്കുലറും കാർട്ടീഷ്യനും സെയിം ആണ് കേട്ടോ. ആൻഡ് പോളാറിലാണ് നമ്മൾ ഇതുപോലെ ആർ ആൻഡ് തീറ്റ യൂസ് ചെയ്തിട്ടുള്ള ടേംസ് വരും. ഓക്കെ, കാർട്ടീഷ്യൻ ഓർ റെക്ടാങ്കിളിൽ എക്സ് ആൻഡ് വൈ ആണ്. ക്ലിയർ ആയല്ലോ? ആർ ആൻഡ് തീറ്റ എന്ന് പറയുന്നത് പോളാർ കോർഡിനേറ്റ്സ് വരും. അപ്പോൾ ഇവിടെ ഒരു കൺവേർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സിന് ആർ കോസ് തീറ്റ ആയിട്ട് റീപ്ലേസ് ചെയ്യും, വൈക്ക് ആർ സൈൻ തീറ്റ കൊടുക്കും. പിന്നെ അത് മാത്രമല്ല ഡി എ, അതായത് ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് എന്തായിട്ട് റീപ്ലേസ് ചെയ്യുക? ആർ ഡി ആർ ഡി തീറ്റ. ഈ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സിന് പകരം ആർ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ, ഡി എ എന്ന് പറയുന്നത് ആർ ഡി ആർ ഡി തീറ്റ. ഇത് ബേസ് ചെയ്തിട്ടും ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവാലുവേറ്റ്, സപ്പോസ് നമ്മളെടുത്ത് യൂസിങ് പോളാർ കോർഡിനേറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നോർമലി സാധാരണ ഡബിൾ ഇന്റഗ്രലിൽ ഇതേപോലെ സർക്കുലർ റീജിയൻസ്, പിന്നെ സിലിണ്ടർ റീജിയൻസ്, അപ്പോൾ സിലിണ്ടറിക്കൽ റീജിയൻസ് എന്നൊക്കെ പറയുമ്പോൾ ബേസ് സർക്കിളാണ്. സോ അങ്ങനത്തെ ഒക്കെ കേസിൽ നമുക്കിതുപോലെ എക്സ് ആൻഡ് വൈ ടേംസിന് പകരം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് പകരം എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് പോളാർ കോർഡിനേറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, കാരണം നമുക്ക് വാല്യൂ വേറെ ആയിരിക്കും, ബട്ട് അത് ഓൾമോസ്റ്റ് ആ ചെയ്യുന്ന രീതി സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം അത് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, മെൻഷൻ ചെയ്താൽ ഇത് തന്നെ യൂസ് ചെയ്യാം. സപ്പോസ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ റീജിയൻ വൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. So ഇവിടെ evaluate double integral 0 to root of 4 minus x square y into x square plus y square dy dx using polar coordinates ഈ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് യൂസ് ചെയ്യാം. ഇനി നമുക്കിതിൽ dy ആണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ വൈയുടെ ലിമിറ്റ്സ് ആണ് 0 റൂട്ട് 4 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ y ഈക്വൽ ടു 0 കിട്ടി, y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ കിട്ടി. സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ സ്ക്വയർ ചെയ്യാം. അപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ കിട്ടും, റൂട്ട് പോകും. ഇനി മൈനസ് എക്സ് സ്ക്വയറിനെ LHSലേക്ക് എടുക്കുക. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 കിട്ടും. ഇതൊരു സർക്കിളിന്റെ ഇക്വേഷൻ അല്ലേ? അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആ ഫോമിലാണ് കിട്ടിയത് സർക്കിളിന്റെ ഇക്വേഷൻ. അപ്പോൾ ആർ സ്ക്വയർ ഇവിടെ 4 ആണ്, ദാറ്റ് ഇസ് ആർ ഇസ് ഈക്വൽ ടു 2 നമുക്ക് കിട്ടി അല്ലെ? സ്ക്വയർ റൂട്ട് ഓഫ് 4. സോ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്താണ്? ഇനി നമുക്ക് 0 to ആണ്, അതായത് y 0 മുതലാണ് 0 to 2 ആണ്. സോ ദാറ്റ് മീൻസ് വാട്ട്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് റീജിയൻ വരുന്നത്. അപ്പോൾ വൈയുടെ ലിമിറ്റ് നമുക്ക് 0 to 2. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. എക്സിന്റെ ഓൾറെഡി ലിമിറ്റ്സിൽ തന്നിട്ടുണ്ട് 0 മുതൽ 2 വരെ. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ആർ ഡി ആർ ഡി തീറ്റ യൂസ് ചെയ്യാം. എന്നിട്ട് ആറിന്റെ ലിമിറ്റ് അപ്പം എന്താവും? ആർ നമുക്ക് ആ ഇക്വേഷൻ നോക്കിയാൽ അറിയാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4, അതായത് ഇത് ആർ സ്ക്വയർ ആണ്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു 2 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? സോ ആറിന്റെ വാല്യൂ ഫസ്റ്റ് ക്വാഡ്രന്റ് ആർ 0 to 2 ആണ്. ഇനി തീറ്റയുടെ ലിമിറ്റ് ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, 0 ആണത്. അപ്പോൾ തീറ്റയുടെ ലിമിറ്റ് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ അല്ലേ? അത് മാത്രമേ കൺസിഡർ ഉള്ളൂ. സോ അത് കാരണം ഇവിടെ തീറ്റയുടെ ലിമിറ്റ് എന്താ? നമുക്കറിയാം ആംഗിളിന്റെ ലിമിറ്റ് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് 0 to π/2 ആണ്. 0 to 90 അല്ലേ? സോ 0 to π/2 മാത്രം തീറ്റ കൺസിഡർ ചെയ്താൽ മതി. ആറിന്റെ ലിമിറ്റ് എന്താണ്? 0 to 2. ഇനി നമ്മൾ ഇക്വേഷനിൽ ഓൾറെഡി തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? y ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ? ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ടേമിന് പകരം ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫംഗ്ഷന്റെ ഉള്ളിൽ ടേം എന്താ വരിക? സോ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ വൈക്ക് പകരം, അതായത് y ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൽ വൈക്ക് പകരം ആർ സൈൻ തീറ്റ കൊടുക്കുക. ഓക്കെ, ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ? ആർ സ്ക്വയർ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ആർ സൈൻ തീറ്റ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഇത് ഡി എക്സ് ഡി വൈ ആണ്, ആർ ഡി ആർ ഡി തീറ്റ. ഇനി ആറിന്റെ ടേംസ് ഗ്രൂപ്പ് ചെയ്യുക, ആർ റേസ് ടു 4 കിട്ടും. ഇനി വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ല? ഉള്ളിൽ നമ്മൾ തീറ്റ അല്ല കൊടുത്തിരിക്കുന്നത്, അതെങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, അതനുസരിച്ച് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുമ്പോൾ സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ മൈനസ് ആണ് കേട്ടോ, മൈനസ് കോസ് തീറ്റയാണ്. അത് കഴിഞ്ഞിട്ട് 0 to π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വിത്ത് റെസ്പെക്ട് ടു ആർ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ? അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് കോസ് 90 വരും. കോസ് 90 എന്ന് പറയുന്നത് ഇതുപോലെ 0 ആണ്. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. കോസ് 90 0, കോസ് 0 1 ആണ്. ഇനി നമുക്ക് ഇത് ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക, അപ്പോൾ 1 കിട്ടും. Then with respect to r integrate അപ്പോൾ r raised to 5/5 within the limit 0 to 2 32/5 ആണ് ആൻസർ കിട്ടും.
നെക്സ്റ്റ് വൺ റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ ഒരു ഇൻ്റഗ്രേഷനിൽ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ജസ്റ്റ് റിവേഴ്സ് ചെയ്യാം. അതായത് ഡി എക്സ് ഡി വൈ എന്നുള്ളത് ഡി വൈ ഡി എക്സ് ആക്കാം. പക്ഷെ ഇപ്പോൾ സപ്പോസ് അത് കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അതായത് ആ ലിമിറ്റ് വാല്യൂസ് ഉണ്ടല്ലോ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. അപ്പോൾ ആ കേസിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ഇമ്മെറ്റീരിയൽ ആണ്. മീനിങ് എന്താ, അത് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇഫ് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ആർ വേരിയബിൾസ്, ഇപ്പോൾ കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ആണെങ്കിൽ ഓർഡറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വേരിയബിൾസിൻ്റെ ടേംസിൽ ലിമിറ്റ്സ് വന്നു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് മാറും, ലിമിറ്റ്സും മാറും. ക്ലിയർ ആയി? അപ്പോൾ അതാണ് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ ബൈ ഫസ്റ്റ് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ. അതായത് ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ y/2 to 1 e raised to x² dx dy. അപ്പോൾ ഇവിടെ ഇതിന്റെ ലിമിറ്റ് ഡി എക്സ് ആണ് ആദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ എക്സിന്റെ ലോവർ ലിമിറ്റ് y/2, അപ്പർ ലിമിറ്റ് 1 അല്ലേ. അതായത് എക്സ് ഈക്വൽ ടു എന്ന് ഉദ്ദേശിച്ചത് എക്സിന്റെ ലിമിറ്റ് y/2 to 1 ആണ്. അതിന്റെ മീനിങ് എന്താ, എക്സ് ഈക്വൽ ടു y/2. അതായത് ഇതിൽ നിന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്യാം, 2നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം LHS. അപ്പോൾ y ഈക്വൽ ടു 2x കിട്ടും. പിന്നെ എക്സ് ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് രണ്ട് വാല്യൂസ് കിട്ടുക. ഇനി വൈയുടെ ലിമിറ്റ് എന്താ തന്നിരിക്കുന്നത്, y ഈക്വൽ ടു 0, y ഈക്വൽ ടു 2. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് രണ്ട് ലിമിറ്റ് കിട്ടി. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ട്രിപ്പ് തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ടൈപ്പ് നമ്മൾ എടുക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഡി എക്സ് ഡി വൈ ആണ്. അപ്പോൾ ടൈപ്പ് 2 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമ്മൾ ഇതിന് ഓർഡർ റിവേഴ്സ് ചെയ്തിട്ട് ഡി വൈ ഡി എക്സ് ആണ്. ഓക്കെ, അതിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ്സ് മാറും. സോ y ഇൻ ടേംസ് ഓഫ് എക്സ് ആക്കണം, എക്സ് ഇൻ ടേംസ് ഓഫ് കോൺസ്റ്റന്റ് ടേംസ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ട്രിപ്പ് അല്ലെ. ഇനി നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇങ്ങനെ സ്ട്രിപ്പ് ബേസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ വൈയുടെ വാല്യൂ എന്താ, 0 ആണ്. ഞാൻ പറഞ്ഞു വൈയുടെ ലിമിറ്റ് ഇൻ ടേംസ് ഓഫ് എക്സ് ആക്കണം അല്ലെ. ഇപ്പോൾ y ഇവിടെ ഈ ലോവർ പോയിന്റിൽ വൈയുടെ ലോവർ ലിമിറ്റ് 0 കിട്ടി. ഇനി അപ്പർ പോയിന്റിൽ വൈയുടെ വാല്യൂ എന്താ, 2x ആണ്. അപ്പോൾ വൈയുടെ ലിമിറ്റ് കിട്ടിയല്ലോ, y 0 to 2x. ഇനി എക്സിന്റെ ലിമിറ്റ്, എക്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഒരു പോർഷൻ അല്ലേ. സോ കൺസിഡർ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 1 ആൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റീജിയൻ വരെ എക്സിന്റെ വാല്യൂ എന്താ, 1 ആണ്. സോ എക്സിന്റെ ലിമിറ്റ് നമുക്ക് 0 to 1 കിട്ടി. ക്ലിയർ ആയല്ലോ? ഈ y ഈക്വൽ ടു 2ഉം x ഈക്വൽ ടു 1ഉം ഓൾറെഡി ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ ലിമിറ്റ്സും കിട്ടി. അപ്പോൾ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ y/2 to 1 e raised to x² dx dy നെ നമ്മൾ ഇനി ഓർഡർ റിവേഴ്സ് ചെയ്തു, dy dx ആക്കി. അപ്പോൾ വൈയുടെ ലിമിറ്റ് എന്താ വന്നത്, 0 to 2xും എക്സിന്റെ ലിമിറ്റ് 0 to 1ഉം. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ആദ്യം വിത്ത് റെസ്പെക്ട് ടു y ചെയ്യാം. അപ്പോൾ e raised to x² മാറ്റി എഴുതി y 0 to 2x. ദെൻ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. 2x - 0 2xനെ കിട്ടും. ഇനി വിത്ത് റെസ്പെക്ട് ടു നമ്മൾ എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ രണ്ട് ടേംസ് പ്രോഡക്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് ഒന്നെങ്കിൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. ഓക്കെ, അതിനേക്കാൾ എളുപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ e raised to ടേം ശ്രദ്ധിക്കുക, x² ആണ്. x²ന്റെ ഡെറിവേറ്റീവ് 2x dx ആണ് അല്ലെ. അത് താഴെയും വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, x² എന്നുള്ള ടേമിന് വേറൊരു വേരിയബിൾ യുവോ വിയോ ടിയോ എന്തുവേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് x² ടി ഞാൻ കൊടുത്തു. അപ്പോൾ 2x dx, അതായത് ലെഫ്റ്റിലും റൈറ്റിലും ഡെറിവേറ്റീവ് കണ്ടാൽ 2x dx dt കിട്ടും. അപ്പോൾ ഈ 2x dxനെ നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം, dt ആയിട്ട് റീപ്ലേസ് ചെയ്യാം. e raised to x²നെ e raised to t എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ലിമിറ്റ്സ് ഒന്നും കൊടുക്കണ്ട. ഇന്റഗ്രൽ e raised to t dt എന്ന് പറയുന്നത് e raised to t തന്നെയാണ്. ഇനി ടിനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ആദ്യം നമ്മൾ എന്ത് കൊടുത്തോ അത് തന്നെ കൊടുക്കുക, എന്നിട്ട് എക്സിന്റെ ലിമിറ്റ് കൊടുക്കുക. ക്ലിയർ ആയി? അപ്പോൾ e raised to x² 0 to 1 തന്നെ. അപ്പോൾ നമുക്ക് e - 1 ആൻസർ കിട്ടും. നെക്സ്റ്റ് വൺ, ഇവാലുവേഷൻ ഓഫ് ട്രിപ്പിൾ ഇന്റഗ്രൽസ് ഓവർ റെക്ടാങ്കുലർ ബോക്സസ്. ഇനി നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽസിന്റെ വാല്യൂഷൻ ആണ്. റെക്ടാങ്കുലർ ബോക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ എക്സ് വൈ സെഡ് ലിമിറ്റ്സ് തന്നിട്ടുണ്ടാവും. എക്സിന്റെ a to b, വൈയുടെ c to d ആൻഡ് സെഡിന്റെ e to f. അപ്പോൾ അതിനനുസരിച്ച് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ h ആണ് റീജിയൻ, f of x y z dv എന്ന് പറയുന്നത് എന്താ, ഇന്റഗ്രൽ e to f. അപ്പോൾ dz എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, dz dy dx എന്ന് കൊടുക്കാം, dx dy dz എന്ന് കൊടുക്കാം. ലിമിറ്റ്സ് ശ്രദ്ധിക്കുക. then integral c to d, then dy ആണ് വരിക. then integral a to b, f of x y z dx ആണ് വരിക. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം നോക്കാം. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ g എക്സ് വൈ സൈൻ വൈ സെഡ് ഡി വി എന്ന് പറയുന്നത് g റെക്ടാങ്കുലർ ബോക്സ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സിന്റെ ലിമിറ്റ് 0 to π/2, y 0 to 1, then z 0 to π/6. എന്ത് ചെയ്യണം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. അപ്പോൾ dz dy dx കൊടുക്കുകയാണെങ്കിൽ z എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുക, വൈയുടെ ലിമിറ്റ് ഇതായിരിക്കും, എക്സിന്റെ ലിമിറ്റ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക, എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക.
ആ പ്രയോറിറ്റി അനുസരിച്ച്. അപ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്തു. സൈൻ വൈ സെഡിന്റെ എന്താ വരിക? മൈനസ് കോസ് വൈ സെഡ് ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ ആയതുകൊണ്ട് നമ്മൾ ആംഗിളിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്തപ്പോൾ ഡിവൈഡഡ് ബൈ ആണ് ആ ടേം ചെയ്യേണ്ടത്. ഡെറിവേറ്റീവിലാണെങ്കിൽ അത് ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മൈനസ് കോസ് വൈ സെഡ് ബൈ വൈ ലിമിറ്റ്സ് 0 to π by 6. എന്നിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ വൈയുടെ ടേംസ് മാത്രം അത് കറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സിന്റെ ടേം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഔട്ട്സൈഡ് മാറ്റി, ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രലിന്റെ ഔട്ട്സൈഡ് അല്ല, ജസ്റ്റ് ആ ടേംസിന് പുറത്ത് ഒരു കോൺസ്റ്റന്റ് പോലെ മാറ്റി എഴുതാം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മാത്രം അത് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും y മൈനസ് സൈൻ പൈ ബൈ 6 y ബൈ പൈ ബൈ 6. അപ്പോൾ ഈ പൈ ബൈ 6ന്റെ മുകളിലേക്ക് കൊണ്ട് ഇപ്പോൾ 1 മൈനസ് 6 ബൈ പൈ സൈൻ പൈ ബൈ 6. ഇനി അഗെയിൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ജസ്റ്റ് 1 മൈനസ് 6 ബൈ പൈ, അത് ജസ്റ്റ് ഇവിടെ ഒരു എന്താ പറയുക, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യില്ലേ, അതായത് വൈക്ക് നമ്മൾ ഇതുപോലെ 0 to 1 അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഇനി ലാസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം ചെയ്യാൻ. ഈ സൈൻ പൈ ബൈ 6ന്റെ വാല്യൂ 1/2 ആണ്. അപ്പോൾ അത് ജസ്റ്റ് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ ചെയ്തു. ദെൻ 1 മൈനസ് 3 ബൈ പൈ കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ x²/2 ലിമിറ്റ് 0 to π/2. ഇതൊക്കെ സാധാ ഇന്റഗ്രേഷനിലുള്ള പോലെ തന്നെയാണ്. അപ്പോൾ π × π - 3/8 ആണ് ആൻസർ കിട്ടുക. Next, evaluation of triple integrals over more general regions. So let G be a solid region with lower surface z equal to g1 of xy and upper surface z equal to g2 of xy. അങ്ങനെയാണെങ്കിൽ R എന്ന് പറയുന്നത് projection of G on xy plane ആണ്. Then let f be continuous function defined at all points. Then triple integral over G. നമ്മൾ നേരത്തെ ഡബിൾ ഇന്റഗ്രലിലെ എഫിന് 1 കൊടുത്തു, ഏരിയ കണ്ടുപിടിച്ചു. അതേപോലെ ട്രിപ്പിൾ ഇന്റഗ്രലിലെ എഫിന് 1 കൊടുത്തിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ അത് ഏരിയ കണ്ടുപിടിക്കാനാണ്. പിന്നെ ഞാൻ വോളിയത്തിന്റെ കാര്യം അതിനി പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓവർ മോർ ജനറൽ റീജിയൻസ്. നമ്മൾ നേരത്തെ റെക്ടാങ്കുലർ റീജിയൻസ് ആണ് പറഞ്ഞത് അല്ലെ? ഇവിടെ റെക്ടാങ്കുലർ അല്ലാതെ വേറെ കുറച്ചും കൂടി ജനറൽ റീജിയൻസിലേക്ക് നമ്മൾ എങ്ങനെയാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാന്നാണ് പറയുന്നത്. സോ സെഡിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ രണ്ട് കേർവ്സിന്റെ ടേംസിൽ രണ്ട് ലിമിറ്റ്സ്, പിന്നെ ഡി എ എന്ന് പറയുന്നത് നമുക്കറിയാം ഡി എക്സ് ഡി വൈ അല്ലെങ്കിൽ ഡി വൈ ഡി എക്സ് ആണ്. ഓക്കെ, അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി xyz dv where g is the solid in the first octant by parabolic cylinder z equal to 3 minus x square and the planes z equal to 0, y equal to x, y equal to 0. ഇതേപോലെ ട്രിപ്പിൾ ഇന്റഗ്രൽസ് വാലുവേറ്റ് ചെയ്യാൻ നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിലൊരു ടൈപ്പാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെഡിന്റെ ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, 0 ലോവർ ലിമിറ്റ് തന്നിട്ടുണ്ട്, പിന്നെ 3 മൈനസ് എക്സ് സ്ക്വയർ അപ്പർ ലിമിറ്റ് അല്ലേ? അപ്പൊ അതില് ഇനി നമ്മൾ വൈയുടെ ലിമിറ്റ് നോക്കാം. വൈ എക്സും വൈ 0 ഓൾറെഡി തന്നിട്ടുണ്ട്. സോ വൈ എന്ന് പറഞ്ഞത് 0 to x കിട്ടി, സെഡിന്റെയും കിട്ടി. ഇനി എക്സിന്റെ കിട്ടണം. എക്സിന്റെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സെഡിന് 0 കൊടുക്കുക. ഓക്കെ, അപ്പൊ 3 മൈനസ് എക്സ് സ്ക്വയർ ഇക്വൾ ടു 0, അതായത് എക്സ് സ്ക്വയർ ഇക്വൾ ടു 3. അപ്പൊ എക്സ് ഇക്വൾ ടു എന്ത് കിട്ടും? √3 കിട്ടും. അങ്ങനെ നമുക്ക് എക്സിന്റെ ലിമിറ്റ്സും കിട്ടി. എക്സ് എന്ന് പറയുന്നത് 0 മുതൽ √3 വരെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ അതായത് ഏറ്റവും ലാസ്റ്റ് കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ ഡി എക്സിന്റെ, അപ്പോൾ ഡി സെഡ് ഡി വൈ ഡി എക്സ് കൊടുക്കാം. അപ്പോൾ എക്സിന്റെ ലിമിറ്റ് 0 to √3, ഏറ്റവും ഔട്ട് സൈഡ് കൊടുക്കുക. ദെൻ വൈയുടെ ലിമിറ്റ് എന്താണ്? 0 to x ആണ്. ആൻഡ് ഇവിടെ സെഡിന്റെ ലിമിറ്റ് 0 to 3 മൈനസ് എക്സ് സ്ക്വയർ. ഫംഗ്ഷൻ എന്താ തന്നിരിക്കുന്നത്? എക്സ് വൈ സെഡ് ആണ്. ഇനി ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് വൈ സെഡിന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു സെഡ് z²/2 ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അതിൽ നിന്ന് വിത്ത് റെസ്പെക്ട് ടു അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എക്സും ഈ 3 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയറും അത് മാറ്റി എഴുതാം. ഓക്കെ, കാരണം വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വൈ മാത്രം. സോ y²/2 ഇന്റഗ്രേറ്റ് ചെയ്യുക. 0 to x ലിമിറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സിന്റെ എല്ലാ ടേംസും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. പിന്നെയൊക്കെ സാധാ ഇന്റഗ്രേഷൻ പോലെ തന്നെ നമുക്ക് വാല്യൂ കിട്ടുന്നത് ഫൈനലി 27/32 ആണ്. നെക്സ്റ്റ്, വോളിയം കാൽക്കുലേറ്റഡ് ആസ് എ ട്രിപ്പിൾ ഇന്റഗ്രൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫിന് 1 കൊടുക്കുക. അപ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി എഫ് എന്ന് പറയുന്നത് 1 ആണ്. ഡി വി എന്ന് പറയുന്നത് എന്താ? ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡി വി. ഇതിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സിലിണ്ടർ x² + y² = 4, അതിന്റെ ബേസ് സർക്കുലർ അല്ല. സോ x² + y² = 4.
and the planes z equal to 0 and y plus z equal to 3. അപ്പോൾ ഈ വോളിയം ബൗണ്ടഡ് ബൈ ദ സിലിണ്ടർ x square plus y square equal to 4 and the planes z equal to 3 and y plus z equal to 3 using triple integral എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വോളിയം v എന്ന് പറയുന്നത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ g dv ആണ് അല്ലേ. dv പറഞ്ഞാൽ dx dy dz അല്ലെങ്കിൽ dz dy dx. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, സെഡിന് അങ്ങനെ തന്നെ വെക്കുക. ഇപ്പോൾ സെഡിന്റെ ലിമിറ്റ്സ് അറിയാൻ എന്താ ചെയ്യേണ്ടത്, z equal to 0 തന്നിട്ടുണ്ട്, പിന്നെ y plus z equal to 3 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് z equal to 3 minus y കിട്ടില്ലേ അല്ലേ. സോ സെഡിന്റെ ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ് കിട്ടി. സെഡിനെ മാറ്റണ്ട, എക്സും വൈയും മാറ്റാം. x square plus y square equal to r square, അതായത് 4 തന്നിട്ട്. അപ്പോൾ ആറിന്റെ ലിമിറ്റ് നമുക്ക് കിട്ടി 0 to 2. തീറ്റയുടെ ലിമിറ്റ് നമുക്കറിയാം, സർക്കിൾ ആയതുകൊണ്ട് 0 to 2π. ഇനി x equal to r cos theta, y equal to r sin theta, dx dy എന്താ r dr d theta. ഇനി നമുക്ക് ആവശ്യമുള്ള ടേംസ് x square plus y square ടേം വന്നാൽ അതിനെ r square റീപ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ള ടേം എന്താ, നമുക്ക് ഫംഗ്ഷൻ ഇവിടെ ഒന്നുമില്ല അല്ലെ, ജസ്റ്റ് dz dy dx ഉള്ളൂ. ആ dy dxന് എന്ത് കൊടുത്താൽ മതി, r dr d theta കൊടുക്കുക. ഇനി z ന്റെ ലിമിറ്റ് ഏറ്റവും മുകളിൽ കൊടുക്കുക, 0 to 3 minus y. പിന്നെ നമുക്ക് r-ന്റെ തീറ്റയുടെ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അതനുസരിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് വാല്യൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 0 to 2 എന്ന് പറയുന്നത് r-ന്റെ തീറ്റയുടെ 0 to 2π. ഇത് ജസ്റ്റ് ഇന്റഗ്രൽ dz പറഞ്ഞാൽ z ആണ്, 0 to 3 minus y. ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ 3 minus y കിട്ടും. ഇവിടെ r dr d theta r ഉണ്ട്, അത് വിട്ടുപോകരുത്. ദെൻ 3 മൈനസ് ഇവിടെ y വന്നു അല്ലെ, ഇനി y വരാൻ പാടില്ല. അപ്പോൾ yക്ക് പകരം r sin theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ x വരികയാണെങ്കിലോ r cos theta കൊടുക്കുക. ഇനി ജസ്റ്റ് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു r ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, r-നുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി വിത്ത് റെസ്പെക്ട് ടു r ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക 0 to 2. ദെൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സൈനിന്റെ നമുക്ക് കോസ് വരും, മൈനസ് കോസ് ആണ് വരിക, ഇവിടെ മൈനസ് മൈനസ് എന്നുള്ളത് പ്ലസ് ആയിപ്പോൾ. ദെൻ ഇന്റഗ്രൽ ഡി തീറ്റ തീറ്റയാണ്. ദെൻ 0 to 2π അപ്ലൈ ചെയ്താൽ ഫൈനൽ വാല്യൂ 12π കിട്ടും. നെക്സ്റ്റ് ട്രിപ്പിൾ ഇന്റഗ്രൽസ് ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആൻഡ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ്. അതായത് രണ്ടെണ്ണം ഉണ്ട്. അതായത് ഇതേപോലെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തില്ലേ സർക്കിളിൽ, അതേപോലെ തന്നെ നമ്മൾ 3 ഡയമെൻഷനിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സും ഇതേപോലെ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സും യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അതായത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക്, അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യുക. ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലം പോലെ നിങ്ങൾക്ക് എവിടെയാണോ അത് യൂസ് വരുന്നത് അത് യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഇവിടെ ട്രിപ്പിൾ ഇന്റഗ്രൽസ് ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണെങ്കിൽ നമുക്ക് അവിടെ ഫംഗ്ഷൻ dv എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സും വൈയും മാറ്റുക. z അങ്ങനെ തന്നെ വെക്കാം. എക്സിന് r cos theta കൊടുക്കുക, yക്ക് r sin theta കൊടുക്കുക. ഇനി dv should be replaced by r dr d theta dz. ഓക്കെ, ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. ക്ലിയർ ആയല്ലോ. ട്രിപ്പിൾ ഇന്റഗ്രൽസിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എക്സിന് r cos theta, yക്ക് r sin theta, z അങ്ങനെ തന്നെ ഇരിക്കട്ടെ, dz അങ്ങനെ, ബാക്കി dx dy എന്താണ്, r dr d theta. അതേപോലെ റെക്ടാങ്കുലർ ടു സ്ഫെറിക്കൽ. റെക്ടാങ്കുലർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാർട്ടീഷ്യൻ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ കാർട്ടീഷ്യൻ സിസ്റ്റം ടു സ്ഫെറിക്കൽ സിസ്റ്റം കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഇവിടെ റോ തീറ്റ ഫൈ ഇതാണ് ടേംസ് വരുന്നത്. സോ എഫ് ഓഫ് ഇവിടെ എല്ലാം ടേംസും മാറണം, എക്സ് മാറണം, എക്സ് ഇക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ. ടേംസ് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. y എന്ന് പറയുന്നത് റോ സൈൻ ഫൈ സൈൻ തീറ്റ ആൻഡ് z-ഉം റീപ്ലേസ് ചെയ്യും, z equal to റോ കോസ് ഫൈ. ഇനി dx dy dz അത് മൊത്തമായിട്ട് dvനെ എന്തായിട്ട് റീപ്ലേസ് ചെയ്തു, റോ സ്ക്വയർ ഇൻറ്റു സൈൻ ഫൈ ഇൻറ്റു d റോ d ഫൈ d തീറ്റ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യാൻ നോക്കാം. Find the volume of the ice cream cone G cut from the solid sphere. ഒരു സോളിഡ് സ്ഫിയറിന് നമ്മൾ ഒരു കോൺ, ഓക്കെ, ഐസ്ക്രീം കോൺ കട്ട് ചെയ്തെടുക്കുകയാണ്. ആൻഡ് റോയിൻ്റെ ലിമിറ്റ്സ് എന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് തന്നിരിക്കുന്നത്. അതായത് റോ എന്ന് പറയുന്നത് 0 to 1 ആണ്. ഇനി ഫൈയുടെ വാല്യൂ π/3 ആണ് തന്നിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫൈ എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് 0 to π ആണ് വരിക. ഓക്കെ, 0 to π. ഇനി തീറ്റയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 2π ആണ് വരിക. ആൻഡ് റോ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് അത് തന്നിട്ടുണ്ടാവും അല്ലെ, ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി വോളിയം v ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ g dv ആണ്.
സോ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ജി ഡി വി എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റ്സ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇപ്പോൾ എല്ലാം എക്സും വൈയും സെഡും എല്ലാം റീപ്ലേസ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇവിടെ എഫ് ഒന്നുമില്ല. സോ ആ ഡി വിനെ നമ്മൾ നേരത്തെ റീപ്ലേസ് ചെയ്ത പോലെ റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി തീറ്റ ഡി ഫൈ. ഓക്കെ, ഡി ഫൈ ഡി തീറ്റ എങ്ങനെയായിരുന്നു? എന്നിട്ട് ലിമിറ്റ്സ് ഓരോന്ന് കറക്റ്റായിട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ റോയിൻ്റെ ലിമിറ്റ് 0 to 1, ഇവിടെ എന്ന് പറയുന്നത് ഓൾറെഡി ഫൈയുടെ ലിമിറ്റ് 0 to π/3 തന്നിട്ടില്ലെങ്കിൽ നമ്മൾ 0 to π എടുക്കുക. ദെൻ ഇൻ്റഗ്രൽ 0 to 2π. ഓക്കെ, തീറ്റയുടെ ലിമിറ്റ് 0 to 2π ആണ് വരിക. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു റോ ആണ് ആദ്യം ചെയ്യണമെങ്കിൽ റോയിൻ്റെ ടേംസ് മാത്രം കൺസിഡർ ചെയ്യുക. റോ ക്യൂബ് ബൈ 3 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദെൻ വിത്ത് റെസ്പെക്ട് ടു ഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ മൈനസ് കോസ് ഫൈ 0 to π/3. ദെൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഫൈല് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതാണ് വരിക. ആ കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ എല്ലാം ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ കുറച്ചും കൂടി എളുപ്പമായി. ആ ടേംസ് പിന്നെ കൺഫ്യൂസ്ഡ് ആവില്ല. പിന്നെ ഇൻ്റഗ്രൽ 0 to 2π ഡി തീറ്റ വരും. അതായത് 1/6 തീറ്റ 0 to 2π. അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ ലാസ്റ്റ് കിട്ടുന്ന ആൻസർ π/3 ആണ്. അപ്പോൾ ഈ യൂണിറ്റിന് വരുന്ന മാക്സിമം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ടോപ്പിക്സും നമ്മളിതിൽ റിവിഷൻ ക്ലാസ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നന്നായി പഠിക്കും. താങ്ക് യു.